ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് അദൃശ്യമായ ഉടമ്പടിയെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ഉടമ്പടികൾ ഉണ്ടാക്കാറുണ്ട്. പേപ്പറോ പേനയോ ഇല്ലാത്ത ചില അദൃശ്യ കരാറുകൾ. അത് വളരെ ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാറുമുണ്ട്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്ന് മാത്രം. അപ്പോൾ ഈ അദൃശ്യമായ ഉടമ്പടികൾ അല്ലെങ്കിൽ ഇൻവിസിബിൾ കോൺട്രാക്ട് പേപ്പറോ പേനയോ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി, അത് എപ്പോഴുണ്ടായി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, അത് എങ്ങനെ നമുക്ക് മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ളതിനും നിങ്ങൾക്കൊരു ആൻസർ ഈ വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ഇടാനും മറക്കരുത്. അദൃശ്യ കോൺട്രാക്റ്റില് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ജീവിതം ഇങ്ങനെയാണ്, എന്റെ വിധി ഇങ്ങനെയാണ്, ഈ വേദനയിൽ നിന്നും എനിക്കൊരു മോചനമില്ലേ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എപ്പോഴും ഈ കടഭാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ ടോപ്പിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു കഥ പറയാം. ഈ കഥ തികച്ചും സാങ്കല്പികമാണ്, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിലുള്ള ചില ഇൻസിഡന്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതമായിട്ട് ചിലപ്പോൾ സാമ്യം ഉണ്ടാകും. അപ്പോൾ കഥയിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിലെ മനോഹരമായ ഒരു ഗ്രാമത്തില് മാളു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. ആ കുട്ടിക്ക് 9 വയസ്സുള്ളപ്പോൾ പല സമയത്തും അവരുടെ വീട്ടില് ഉയർന്ന ശബ്ദങ്ങളും കരച്ചിലുകളും ഒക്കെ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അയൽപക്കക്കാര് ശ്രദ്ധിക്കും, എന്തുകൊണ്ടാണ് അവരുടെ വീട്ടിൽ എപ്പോഴും രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. ആ സമയത്താണ് അവർക്ക് മനസ്സിലായത് ഇവരുടെ വീട്ടിൽ ഒരുപാട് കടഭാരങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം മാളുവിന്റെ അച്ഛൻ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. എന്റെ ജീവിതം ഇങ്ങനെയാണ്, എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കടഭാരത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും ഒരു മോചനമില്ല, എന്റെ ജീവിതം, എന്റെ വിധി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ ദിവസം മാളു ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ കാര്യത്തെ പറ്റി ഒരുപാട് ആലോചിച്ചു. അവൾ ഒരു ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് അവൾ ഉണ്ടാക്കിയ ഒരു അദൃശ്യ കരാർ എന്ന് പറയുന്നത്, എന്റെ ജീവിതത്തില് ഒരിക്കലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാറാൻ ചാൻസ് ഇല്ല, കടബാധ്യത എപ്പോഴും എന്നെ പിന്തുടരും, ഞാൻ ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതായിരുന്നു അന്ന് മാളു ഉണ്ടാക്കിയ ഒരു ഉടമ്പടി. ഇതുപോലെ നമ്മൾ പലരും നമ്മുടെ ജീവിതത്തിൽ ചില ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അത് ചെറുപ്രായത്തിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ 20s എപ്പോഴാണെന്ന് അറിയില്ല. അത് നമ്മൾ ആ അദൃശ്യമായിട്ട് നമ്മുടെ നെഞ്ചിൽ തറപ്പിച്ച വാചകങ്ങളാക്കിയിട്ട് നമ്മളത് നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിച്ചിരിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു, മാളു വളർന്നു. അവളുടെ ജീവിതത്തിലെ പല സന്തോഷത്തിന്റെ അവസരങ്ങൾ അവൾക്ക് ലഭിച്ചുവെങ്കിലും സ്വന്തമായിട്ട് അതിനെ അവോയ്ഡ് ചെയ്യുകയുണ്ടായി. പല കാര്യങ്ങളും അവൾ ബ്ലോക്ക് ചെയ്തു. അവൾക്ക് പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, പക്ഷെ അതിലേക്ക് അവൾക്ക് പോകുവാനുള്ള സാഹചര്യം അവൾ തന്നെ അത് ക്ലോസ് ചെയ്തു. കാരണം അവൾ എപ്പോഴും വിചാരിച്ചിരുന്നത്, ഞാൻ സ്ട്രഗിൾ ചെയ്താണ് ജീവിക്കേണ്ടത്, സന്തോഷം എന്റെ ജീവിതത്തിൽ അർഹതപ്പെട്ടതല്ല. അവൾ ഇപ്പോഴും ജീവിക്കുന്നത് ആ 9 വയസ്സിൽ അവൾ ഉണ്ടാക്കിയെടുത്ത ആ കരാർ വഴിയാണ്. ഇപ്പോൾ കണ്ണടച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള കരാറുകൾ ഉണ്ടോ? ഒരിക്കൽ പരാജയപ്പെട്ടപ്പോൾ ഞാൻ ഇതിലൊന്നും വിജയിക്കില്ല എന്നുള്ള കരാർ, ഒരിക്കൽ ആരെങ്കിലും നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആരെയും വിശ്വസിക്കരുത് എന്നുള്ള കരാർ, ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് പറയാതെ വന്നപ്പോൾ ഇനിയും ആരോടും എന്റെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള കരാർ. ഇങ്ങനെ പല കരാറുകൾ, സ്വയം നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ വേദനയെ കൂട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന പല കരാർ. ഇങ്ങനെ എന്തെങ്കിലും കരാറുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിക്കുക. അതിനുശേഷം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഹീലിംഗ് സെഷനിലേക്ക് എന്നോടൊപ്പം നിങ്ങൾക്കും പങ്കുചേരാവുന്നതാണ്. ഈ ഹീലിംഗ് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഴയ ആവശ്യമില്ലാത്ത കരാറുകൾ റദ്ദാക്കിക്കൊണ്ട് പുതിയ ആരോഗ്യകരമായ പോസിറ്റീവായിട്ടുള്ള കരാറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഇനി നമുക്ക് ഹീലിംഗ് സെഷനിലേക്ക് പോകാം. ശാന്തമായ ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, അതിനുശേഷം ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധ കൊണ്ടുവരിക. നിങ്ങളുടെ മനസ്സും ശരീരവും ഒരു റിലാക്സ് മോഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ മൃദുവായ ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വെളിയിലേക്ക് വിടുകയും ചെയ്യുക. എന്നിട്ട് ധൈര്യത്തോടെ പറയുക, ഞാൻ ഉണ്ടാക്കിയ ഈ കരാർ ഞാൻ കാണുന്നു. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വെളിയിലേക്ക് വിടുകയും ചെയ്യുക. ഈ കരാർ എന്തിന് ഞാൻ ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുന്നു. കാരണം ആ സമയത്ത് എനിക്ക് ആ കരാർ ഒരു രക്ഷാകവചം ആയിരുന്നു. പക്ഷെ
ഇന്ന് എന്റെ കഥ മാറി, എന്റെ ജീവിതം മാറി, ഞാൻ തന്നെ മാറി. ഇപ്പോൾ ഈ കരാർ എനിക്ക് ഇനിയും ആവശ്യമുണ്ടോ? എന്നെ പിടിച്ചു നിർത്തുന്ന ആ അദൃശ്യ കരാർ ഇനിയും എനിക്ക് ആവശ്യം ഇല്ല. മനസ്സിൽ നിങ്ങൾ ഇപ്പോൾ ഒരു പേപ്പർ ഇമാജിൻ ചെയ്യുക. ആ പേപ്പറിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ അദൃശ്യ കരാർ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അതായത്, എന്റെ ജീവിതത്തിൽ സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ, സന്തോഷം എനിക്ക് പാടില്ല, എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റുകയില്ല, ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല, ഇങ്ങനെയുള്ള പല കരാറുകൾ ഇപ്പോൾ ആ പേപ്പറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ മുകളിൽ നിന്നും ഒരു അദൃശ്യ കരം ആ പേപ്പർ കീറിക്കളയുന്നത് പോലെ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് ചെറിയ തുണ്ട് പേപ്പറായിട്ട് കീറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാറ്റ് അവിടേക്ക് വരുന്നു. ആ കാറ്റില് ആ തുണ്ട് കഷ്ണങ്ങളായിട്ടുള്ള പേപ്പറുകളെല്ലാം പറന്നു പോവുകയാണ്. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ആ അവയർനെസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഈ പഴയ കരാർ ഞാൻ റിലീസ് ചെയ്യുന്നു. ഇനിയും എന്റെ ജീവിതം പുതിയ ഒരു കരാറിലേക്കാണ് പോകുന്നത്. കാരണം ഞാൻ സന്തോഷത്തിനും സമാധാനത്തിനും സ്നേഹത്തിനും സമൃദ്ധിക്കും അർഹതപ്പെട്ടവനാണ്. എനിക്ക് അതിൽ പൂർണ്ണ അർഹതയുണ്ട്. ഈ ഒരു പുതിയ കരാർ നിങ്ങൾ എന്നോടൊപ്പം ആവർത്തിക്കാം. എനിക്ക് സമൃദ്ധിയുണ്ട്, എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് സുരക്ഷിതത്വമുണ്ട്. ഇപ്പോൾ നിങ്ങൾ അത് ഫീൽ ചെയ്തുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഞാൻ സമൃദ്ധിക്ക് അർഹതപ്പെട്ടവനാണ്, ഞാൻ സ്നേഹത്തിന് അർഹതപ്പെട്ടവളാണ്, എനിക്ക് സന്തോഷത്തിന് അർഹതയുണ്ട്, എനിക്ക് സുരക്ഷിതത്വമുണ്ട്. അത് വീണ്ടും നിങ്ങൾ ഫീൽ ചെയ്യുക. ഇപ്പോൾ പതുക്കെ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. അപ്പോൾ ഈ ഹീലിംഗിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? ഇത് കണ്ടിന്യൂസ് ആയിട്ട് മിനിമം 7 ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് വീഡിയോ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഈ 2026 നിങ്ങൾ കടക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയ ഒരു കരാറുമായിട്ട്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആരോഗ്യപരമായ ഒരു കരാറുമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. പഴയ കരാറൊക്കെ നിങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവം വളരെ വലിയ ഒരു മാറ്റത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പുതിയ ഉടമ്പടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കും. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.